ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ലൈവ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോൾ അനീഷിനൊരു ബ്ലാക്ക് കളർ കോയിനാണ് കിട്ടിയിരിക്കുന്നത്. ഷാനവാസിന് റെഡ് ആണ് കിട്ടിയത്. അഭിലാഷിനൊരു ബ്ലാക്ക് കിട്ടിയായിരുന്നു. ഇപ്പം നടന്ന മത്സരത്തിലും റന ഫാത്തിമയ്ക്ക് ബ്ലാക്ക് കിട്ടി. ബെന്നിക്ക് 5 റെഡ് കിട്ടി. ആയിന് 3 റെഡ്. ജിസയിലും 2 റെഡ് കിട്ടിയിട്ടുണ്ട്. അക്ബറിന് 4 റെഡും ഒരു ഗോൾഡും കിട്ടി. അനീഷിനൊരു ബ്ലാക്കും ഷാനവാസിനൊരു റെഡും. അങ്ങനെ ഇപ്പോൾ ഇത്രയും പേർക്കാണ് ഇവിടെ നാണയങ്ങൾ കിട്ടിയിരിക്കുന്നത്. ടാസ്കിന്റെ 2 റൗണ്ട് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞത് ഇനി ഇതിലൊരു റൗണ്ട് കൊടുക്കില്ല. ഇനിയിപ്പോൾ കല്ലുകളൊന്നും കിട്ടാത്ത ആൾക്കാർ അടുത്ത ജയിൽ നോമിനേഷനിൽ ഉൾപ്പെടും. അവരിൽ നിന്നായിരിക്കും ഒരാൾ ജയിലിലേക്ക് പോവുക. അങ്ങനെ ഇപ്പോൾ ഗെയിമിനെല്ലാം ശേഷമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആർക്കാണ് ഗോൾഡ് കിട്ടിയത് എന്ന്. ഗോൾഡ് കിട്ടിയത് അക്ബറിനാണ്. അക്ബറിന് ഇപ്പോൾ സൂപ്പർ പവർ കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ആൾക്ക് ഡയറക്റ്റായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പുള്ളി പറയുന്ന ഒരു വ്യക്തി അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ട് ഒരു ഗോൾഡ് കോയിൻ കളക്ട് ചെയ്യണം. അങ്ങനെ അക്ബർ പറയുന്ന വ്യക്തി നമ്മുടെ ആര്യനാണ്. ആ ഒരു റൗണ്ട് ഇതുവരേക്കും ആയിട്ടില്ല കേട്ടോ. ബ്ലാക്ക് കല്ല് കിട്ടിയവർക്ക് അതൊരു പണിയായി മാറിയിരിക്കുകയാണ്. അവർക്ക് പണിഷ്മെൻ്റ് ആണ്. 3 പേർക്കാണ് ബ്ലാക്ക് കിട്ടിയത്. അപ്പോൾ ഒരാൾക്ക് ഒന്നും കാണാൻ പാടില്ല. ഒരാളുടെ കണ്ണ് കെട്ടണം, പിന്നെ ഒരാളുടെ വായ് മൂടി കെട്ടി വെക്കണം, മറ്റൊരാൾ നടക്കാൻ പാടില്ല. ഇവർക്ക് തന്നെ തീരുമാനിക്കാം ആർക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അനീഷ്, റന ഫാത്തിമ, അഭിലാഷി 3 പേർക്കാണ് ഈ ഒരു പനിഷ്മെന്റ് കിട്ടുന്നത്. അഭിലാഷ് നടക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ അനീഷിന്റെ കണ്ണ് മൂടിക്കെട്ടുന്നു, റന ഫാത്തിമയുടെ വായ മൂടിക്കെട്ടുന്നു. നടക്കാൻ പാടില്ല എന്നത് ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ അഭിലാഷിന് ഒരു തള്ളുവണ്ടി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. 3ാമത്തെ റൗണ്ട് തീരുന്നത് വരെ റന ഫാത്തിമയും അനീഷും കൂടി അഭിലാഷിനെ തള്ളിക്കൊണ്ട് തന്നെ നടക്കണം. ഒരിടത്തും ആ വണ്ടി നിർത്താനും പാടില്ല. ഇതാണ് ഇവർക്കുള്ള മുട്ടൻ പണി. പിന്നെ അക്ബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആര്യൻ ചെന്ന് അടുത്ത ഗെയിം കളിച്ച് ആ ഒരു ഗോൾഡൻ നാണയം എടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ അക്ബറിന്റെ പവർ യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. റന ഫാത്തിമയും അനീഷും ഒരുപാട് നേരമായി അഭിലാഷിനെ ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. അവർക്കാണെങ്കിൽ ആകെ മതിയും ഗതിയും ആയിരിക്കുകയാണ്. കുറേ നേരമായി ഞങ്ങളെ ഒന്ന് മാറ്റിയാലെങ്കിലും മതിയായിരുന്നു. റന ഫാത്തിമയ്ക്ക് ഇതിൽ ഇരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് അവളെന്നെല്ലാം അഭിലാഷ് വിളിച്ചു പറയുന്നുണ്ട്. അനീഷിനാണെങ്കിൽ ഇതിനേക്കാളും വലിയൊരു പണി കിട്ടാനുമില്ല. കുറേ നേരമായിട്ട് ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അക്ബറിൻ്റെ കാര്യം നോക്കാം. അക്ബറിനാണെങ്കിൽ ആര്യൻ ചെന്ന് അടുത്ത കോയിനായിട്ട് ഗോൾഡൻ കോയിൻ എടുക്കണം. എന്നാൽ മാത്രമേ അക്ബറിൻ്റെ പവർ യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്ന്. അങ്ങനെ ആ ഒരു ഗെയിമെല്ലാം നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ആര്യന് ഗോൾഡൻ നാണയം തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് അവൻ പോലും അറിയാതെ താഴെ വീണ് പോകുന്നു. അപ്പോൾ ഷാനവാസ് ആ ഗോൾഡൻ നാണയം സ്വന്തമാക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും അക്ബറിൻ്റെ ഈ ഒരു പവർ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം ഒരു പനിഷ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ആര്യനെയും അക്ബറിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്കൊരു പനിഷ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ വരണം. അത് ആരാണെന്ന് ചർച്ച ചെയ്ത് പറയാൻ പറയുന്നു. അങ്ങനെ 2 പേരും കൂടി കുറച്ച് നേരം ചർച്ച ചെയ്തതിന് ശേഷം അക്ബർ പറയുന്നുണ്ട് സാരമില്ല ഞാൻ പോവാമെന്ന്. അങ്ങനെ ആര്യൻ ഇപ്പോൾ സേഫ് ആയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ 3ാമത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലാക്ക് കോയിൻസ് എല്ലാം കിട്ടിയത് ഒന്ന് അക്ബറിന് കിട്ടി, ഒരെണ്ണം ഷാനവാസിന് കിട്ടി, 2 അനീഷിന് കിട്ടി. ബിഗ് ബോസ് അനീഷിനോട് പറയുന്നുണ്ട് ഈ 2 ഒരെണ്ണം മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന്. ഇനി ഈ ടാസ്കിൽ ബാക്കിയുള്ളത് അഭിലാഷും പിന്നെ നമ്മുടെ ആര്യനുമാണ്. അഭിലാഷ് കുറച്ച് മുന്നേ ഒരു ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അനീഷ് ആ ഒരു കോയിൻ ആര്യന് കൊടുക്കുന്നു. പാവം ഇപ്പോൾ നോമിനേഷനിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്നതാണ്. അപ്പോഴാണ് അടുത്ത പണി. അതിലിപ്പോൾ 4 പേരായതുകൊണ്ട് തന്നെ ഒരാളുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു, മറ്റൊരാളുടെ വായ കെട്ടിയിരിക്കുന്നു. ഒരാൾക്ക് നടക്കാൻ പറ്റില്ല. മറ്റൊരാളാണെങ്കിൽ ആന നടക്കുന്നത് പോലെ നടക്കണം. ഇപ്പം ആര്യന് അതേ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആന നടക്കുന്നത് പോലെ നടന്നു വരേണ്ട അവസ്ഥ. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത്, ഒരു കാര്യമില്ലാതെ ഏറ്റവും കൂടുതൽ തവണ പണി കിട്ടിയിരിക്കുന്നത് ആര്യനാണെന്ന് തോന്നുന്നു. ഇതിനെല്ലാം ശേഷം ആര്യനെ വന്ന് അനീഷ് ഉപദേശിക്കുകയാണ്. ഷാനവാസ് ആര്യൻ്റെ കയ്യിൽ താഴെ വീണ് പോയ ആ ഒരു കോയിൻ എടുത്തപ്പോൾ നിനക്കത് പിടിച്ചു പറിച്ച് വാങ്ങായിരുന്നില്ലേ എന്നെല്ലാം ചോദിക്കുന്നു. പക്ഷെ ആര്യന് അത് ഇഷ്ടമായില്ല. അങ്ങനെ ഈ അനീഷിന് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആര്യൻ ചെയ്യുന്നത് അനീഷിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ആ ഒരു കോയിൻ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ആക്ച്വലി അനീഷിനെ ആ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ആര്യൻ. അനീഷിൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു കാര്യമായിരുന്നു അത്. ആര്യൻ ഉദ്ദേശിച്ചത് വർക്കൗട്ടായി. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും ആ ഒരു കോയിൻ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് പോയാൽ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അനീഷ് ആണെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ആര്യനെ തെറി വിളിക്കുകയാണ് ചെയ്തത്. ചവിട്ടാൻ വേണ്ടി കാലൊങ്ങുന്നു. വളരെ വയലൻ്റ് ആയിട്ടാണ് അനീഷ് റിയാക്ട് ചെയ്തത്. ഇതുവരേക്കും അനീഷൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനീഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോയിരിക്കുകയാണ് ഈ ഒരു സംഭവം. ആരെന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ ക്ഷമയോടെ മിണ്ടാതെ പോവുമായിരുന്നു അനീഷ്. പക്ഷേ ഇപ്പോൾ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷേ എല്ലാവരും ഇപ്പോൾ ആര്യനെ വന്ന് കുറ്റപ്പെടുത്തുകയാണ്. എന്തൊക്കെയായാലും ആര്യൻ ചെയ്തത് ഒരാളുടെ സമ്മതമില്ലാതെ ഒരാളുടെ പോക്കറ്റിൽ കൈയിടുക എന്ന് പറയുന്നത് അത് ശരിയല്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഷാരിക ഉൾപ്പെടെ ആര്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനീഷ് ഇങ്ങനെ തെറി വിളിച്ച കാര്യമൊന്നും
ആരും അതത്ര വിഷയമാക്കി എടുത്തില്ല. പക്ഷേ ചിലരെല്ലാം പറയുന്നുണ്ട് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം അനീഷിൻ്റെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നു എന്ന രീതിയിൽ. അനീഷിൻ്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള കോൺഫിഡൻസിലാണ് ആര്യൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.